എല്ലാവർക്കും GK ടിപ്സ് PSCയിലേക്ക് സ്വാഗതം. 2026 മെയ് 11 നടന്ന കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കുള്ള അറ്റൻഡർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനാ കരട് സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻസ്: എ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ബി ഡോക്ടർ BR അംബേദ്കർ, സി ജവഹർലാൽ നെഹ്റു, ഡി സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ ഭരണഘടനാ കരട് സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ വരെ ഓപ്ഷൻ ബി ആണ്, ഡോക്ടർ BR അംബേദ്കർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത്? ഓപ്ഷൻസ്: എ 1946 ഡിസംബർ 6, ബി 1946 ഡിസംബർ 9, സി 1947 ഡിസംബർ 6, ഡി 1949 ഡിസംബർ 9. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത്? ആൻസർ വരെ ഓപ്ഷൻ ബി ആണ്, 1946 ഡിസംബർ 9. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ 368 വകുപ്പ് പ്രകാരം ഭരണഘടനയിൽ ഭേദഗതി വരുത്തുവാനുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻസ്: എ പാർലമെന്റ്, ബി ലോക്സഭ, സി രാജ്യസഭ, ഡി സുപ്രീം കോടതി. ഭരണഘടനയുടെ 368 വകുപ്പ് പ്രകാരം ഭരണഘടനയിൽ ഭേദഗതി വരുത്തുവാനുള്ള അധികാരം ആർക്കാണ്? ആൻസർ വരെ ഓപ്ഷൻ എ ആണ്, പാർലമെന്റ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, നിലവിലെ മൗലികാവകാശങ്ങളുടെ എണ്ണം എത്ര? ഓപ്ഷൻസ്: എ 7, ബി 6, സി 5, ഡി 8. നിലവിലെ മൗലികാവകാശങ്ങളുടെ എണ്ണം ആൻസർ വരിക ഓപ്ഷൻ ബി ആണ്, 6. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്ത് നിന്ന് കടമെടുത്തത്? ഓപ്ഷൻസ്: എ അയർലാൻഡ്, ബി ബ്രിട്ടൻ, സി സോവിയറ്റ് യൂണിയൻ, ഡി കാനഡ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്ത് നിന്നാണ് കടമെടുത്തത്? ആൻസർ വരിക ഓപ്ഷൻ സി, സോവിയറ്റ് യൂണിയൻ. ആറാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വത്തിനെതിരെ മിശ്രഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ? ഓപ്ഷൻസ്: എ അയ്യങ്കാളി, ബി വൈകുണ്ഠസ്വാമി, സി സഹോദരൻ അയ്യപ്പൻ, ഡി തൈക്കാട് അയ്യ. മിശ്രഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ? ആൻസർ വരെ ഓപ്ഷൻ സി, സഹോദരൻ അയ്യപ്പൻ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ഓപ്ഷൻ എ AK ഗോപാലൻ, ബി K മാധവൻ നായർ, സി K കേളപ്പൻ, ഡി NV കൃഷ്ണവാര്യർ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്? ആൻസർ വരെ ഓപ്ഷൻ സി, K കേളപ്പൻ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, കുളച്ചൽ യുദ്ധം നടന്ന വർഷം? ഓപ്ഷൻസ്: എ 1741, ബി 1841, സി 1742, ഡി 1842. കുളച്ചൽ യുദ്ധം നടന്ന വർഷം? ആൻസർ വരെ ഓപ്ഷൻ എ, 1741. 9. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏത്? ഓപ്ഷൻസ്: എ കുളച്ചൽ യുദ്ധം, ബി വെല്ലൂർ കലാപം, സി ആറ്റിങ്ങൽ കലാപം, ഡി അഞ്ചുതെങ്ങ് കലാപം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം? ആൻസർ ഓപ്ഷൻ സി, ആറ്റിങ്ങൽ കലാപം. 10. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആര്? ഓപ്ഷൻസ്: എ K രാമകൃഷ്ണപിള്ള, ബി വക്കം മൗലവി, സി വക്കം അബ്ദുൾ റഹ്മാൻ, ഡി സി കേശവൻ. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ? ആൻസർ ഓപ്ഷൻ ബി, വക്കം മൗലവി. 11. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സംഘടന സ്ഥാപിച്ചത്? ഓപ്ഷൻസ്: എ ബാലഗംഗാധര തിലക്, ബി സുഭാഷ് ചന്ദ്രബോസ്, സി ഗോപാലകൃഷ്ണ ഗോഖലെ, ഡി സർദാർ വല്ലഭായ് പട്ടേൽ. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സംഘടന സ്ഥാപിച്ചത്? ആൻസർ ഓപ്ഷൻ സി, ഗോപാലകൃഷ്ണ ഗോഖലെ. 12. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻസ്: എ സരോജിനി നായിഡു, ബി ആനി ബസന്റ്, സി അരുണ ആസിഫ് അലി, ഡി അക്കമ്മ ചെറിയാൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത്? ആൻസർ ഒരു ഓപ്ഷൻ സി, അരുണ ആസിഫ് അലി. 13. ചേരുംപടി ചേർക്കുക. 1. ചമ്പാരൻ സത്യാഗ്രഹം, അതിന്റെ നേരെ എ 1930, 2. നിസ്സഹകരണ സമരം 1942, 3. ഉപ്പ് സത്യാഗ്രഹം 1920, ക്വിറ്റ് ഇന്ത്യ സമരം 1917. ഓപ്ഷൻസ്: എ 1D, 2C, 3A, 4B, ബി 1D, 2A, 3C, 4B, സി 1C, 2B, 3D, 4A, ഡി 1C, 2D, 3B, 4A. ആൻസർ വരിക ഓപ്ഷൻ എ ആണ്, 1D, 2C, 3A, 4B. അതായത് ചമ്പാരൻ സത്യാഗ്രഹം 1917, നിസ്സഹകരണ സമരം 1920, ഉപ്പു സത്യാഗ്രഹം 1930, ക്വിറ്റ് ഇന്ത്യ സമരം 1942. 14. ഏത് സംസ്ഥാനത്തിന്റെ തനത് കലാരൂപമാണ് കഥക്? ഓപ്ഷൻസ്: എ മധ്യപ്രദേശ്, ബി ഉത്തർപ്രദേശ്, സി ആസാം, ഡി മണിപ്പൂർ. ഏത് സംസ്ഥാനത്തിന്റെ തനത് കലാരൂപമാണ് കഥക്? ആൻസർ വരെ ഓപ്ഷൻ ബി, ഉത്തർപ്രദേശ്. 15. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ഏത് വർഷം? ഓപ്ഷൻസ്: എ 1905 ഓഗസ്റ്റ് 8, ബി 1905 ഓഗസ്റ്റ് 7, സി 1905 ഒക്ടോബർ 8, ഡി 1905 ഒക്ടോബർ 7. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച വർഷം? ആൻസർ വരെ ഓപ്ഷൻ ബി, 1905 ഓഗസ്റ്റ് 7. 16. ആദ്യ ബ്രിക്സ് യുവജനോത്സവത്തിന്റെ വേദി? ഓപ്ഷൻസ്: എ ബ്രിട്ടൻ, ബി ഇന്ത്യ, സി റഷ്യ, ഡി ചൈന. ആദ്യ ബ്രിക്സ് യുവജനോത്സവത്തിന്റെ വേദി? ആൻസർ വരെ ഓപ്ഷൻ സി, റഷ്യ. 17. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം? ഓപ്ഷൻസ്: എ നവി മുംബൈ, ബി കെമ്പഗൌഡ വിമാനത്താവളം, സി കൊച്ചി വിമാനത്താവളം,
ഡി ലക്നൗ വിമാനത്താവളം. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം. ആൻസർ വരെ ഓപ്ഷൻ എ നവി മുംബൈ. 18 താഴെ തന്നിരിക്കുന്ന വാക്യങ്ങൾ ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മരണത്തെക്കുറിച്ചാണ് നെഹ്റു പ്രതിപാദിച്ചിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഓപ്ഷൻസ് എ ബാലഗംഗാധര തിലക്, ബി ലാലാ ലജ്പത് റായ്, സി മഹാത്മാഗാന്ധി, ഡി ചന്ദ്രശേഖർ ആസാദ്. ആൻസർ വരെ ഓപ്ഷൻ സി ആണ് മഹാത്മാഗാന്ധി. 19 ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു 1966 ജനുവരി 10 നിലവിൽ വന്ന താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ചത്? ഓപ്ഷൻസ് എ ഇന്ത്യയും ബ്രിട്ടനും, ബി ഇന്ത്യയും പാകിസ്ഥാനും, സി ഇന്ത്യയും റഷ്യയും, ഡി ഇന്ത്യയും ചൈനയും. 1966 ജനുവരി 10 നിലവിൽ വന്ന താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ. ആൻസർ വരെ ഓപ്ഷൻ ബി ആണ് ഇന്ത്യയും പാകിസ്ഥാനും. 20 നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നതിന് ലയന കരാർ രൂപീകരിച്ചു. ഈ ലയന കരാറിന് രൂപം നൽകിയ വ്യക്തികൾ ആരെല്ലാം? ഓപ്ഷൻസ് 1 സർദാർ വല്ലഭായ് പട്ടേൽ, 2 ജവഹർലാൽ നെഹ്റു, 3 മൗലാന അബ്ദുൽ കലാം ആസാദ്, 4 വി പി മേനോൻ. ഓപ്ഷൻസ് എ 1ഉം 2ഉം, ബി 3ഉം 4ഉം, സി 1ഉം 4ഉം, ഡി ഇവരാരുമല്ല. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നതിന് ലയന കരാർ രൂപീകരിച്ചു. ഈ ലയന കരാറിന് രൂപം നൽകിയ വ്യക്തികൾ. ആൻസർ വരെ ഓപ്ഷൻ സി ആണ് 1ഉം 4ഉം, സർദാർ വല്ലഭായ് പട്ടേലും വി പി മേനോനും. 21 ഏത് വിദേശ രാജ്യത്തിന്റെ സഹായത്തോടു കൂടിയാണ് ബൊക്കാറോയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിതമായത്? ഓപ്ഷൻസ് എ ബ്രിട്ടൻ, ബി ജർമ്മനി, സി ജപ്പാൻ, ഡി സോവിയറ്റ് യൂണിയൻ. ബൊക്കാറോയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥാപിതമായത് ഏത് വിദേശ രാജ്യത്തിന്റെ സഹായത്തോടു കൂടിയാണ്? ആൻസർ വരാം ഓപ്ഷൻ ഡി സോവിയറ്റ് യൂണിയൻ. 22 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻസ് എ ടി ടി കൃഷ്ണമാചാരി, ബി ഗുൽസാരിലാൽ നന്ദ, സി സി ഡി ദേശ്മുഖ്, ഡി വിനായക് ചൗധരി. 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ. ആൻസർ വരെ ഓപ്ഷൻ ബി ഗുൽസാരിലാൽ നന്ദ. 23 ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഓപ്ഷൻസ് എ ഡോക്ടർ സുഖ്ബീർ സന്ധു, ബി ഡോക്ടർ വിവേക് ജോഷി, സി ശ്രീ ജ്ഞാനേഷ് കുമാർ, ഡി ശ്രീ അരുൺ ഗോയൽ. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ആൻസർ വരെ ഓപ്ഷൻ സി ശ്രീ ജ്ഞാനേഷ് കുമാർ. 24 മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് 2023 ജെ സി ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? ഓപ്ഷൻസ് എ ശ്രീകുമാരൻ തമ്പി, ബി ഷാജി എൻ കരുൺ, സി ഹരിഹരൻ, ഡി എം ടി വാസുദേവൻ നായർ. 2023 ജെ സി ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായത്. ആൻസർ വരെ ഓപ്ഷൻ ബി ഷാജി എൻ കരുൺ. 25 ഇന്ത്യയിൽ ഖാരിഫ്, റാബി, സെയ്ദ് എന്നീ 3 കാർഷിക കാലങ്ങളാണുള്ളത്. ഈ കാർഷിക കാലങ്ങളുടെ സവിശേഷതകളാണ് ചുവടെ തന്നിരിക്കുന്നത്. ഇവയിൽ ശരിയായവ കണ്ടെത്തുക. 1 തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്നതാണ് ഖാരിഫ്. 2 ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സെയ്ദ്. 3 ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് മുതലായവയുടെ കൃഷിക്കാലമാണ് റാബി. 4 ഫെബ്രുവരി മാസത്തോടെ റാബി കാലം അവസാനിക്കുന്നു. ഓപ്ഷൻസ് എ 1ഉം 2ഉം ശരി, ബി ഇവയൊന്നും ശരിയല്ല, സി ഇവയെല്ലാം ശരിയാണ്, ഡി 2, 3, 4 മാത്രം ശരി. ആൻസർ വരെ ഓപ്ഷൻ സി ഇവയെല്ലാം ശരിയാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്നതാണ് ഖാരിഫ്. ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സെയ്ദ്. ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് മുതലായവയുടെ കൃഷിക്കാലമാണ് റാബി. ഫെബ്രുവരി മാസത്തോടെ റാബി കാലം അവസാനിക്കുന്നു. 26 ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെ? 1 മ്യാൻമാർ, അഫ്ഗാനിസ്ഥാൻ, മാലിദ്വീപ്, ചൈന. 2 പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ശ്രീലങ്ക, ചൈന. 3 പാകിസ്ഥാൻ, ഭൂട്ടാൻ, മ്യാൻമാർ, അഫ്ഗാനിസ്ഥാൻ. 4 ചൈന, ബംഗ്ലാദേശ്, നേപ്പാൾ, പാകിസ്ഥാൻ. ഓപ്ഷൻസ് എ 1ഉം 3ഉം, ബി 3ഉം 4ഉം, സി 2ഉം 4ഉം, ഡി ഇവയെല്ലാം. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. ആൻസർ വരെ ഓപ്ഷൻ ബി ആണ് 3ഉം 4ഉം. പാകിസ്ഥാൻ, ഭൂട്ടാൻ, മ്യാൻമാർ, അഫ്ഗാനിസ്ഥാൻ, ചൈന, ബംഗ്ലാദേശ്, നേപ്പാൾ, പാകിസ്ഥാൻ. അപ്പോൾ ഇതിൽ മാലിദ്വീപും ശ്രീലങ്കയും വരുന്ന ഓപ്ഷൻസ് അത് ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കുവെക്കുന്നില്ല. അപ്പോൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ മാലിദ്വീപും ശ്രീലങ്കയും കൂടി വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യപ്പെടും. 27 ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായവ കണ്ടെത്തുക. 1 ഇന്ത്യയിൽ എക്കൽ മണ്ണ് ധാരാളമായി കാണപ്പെടുന്നത് ഉത്തര മഹാസമതല പ്രദേശത്താണ്. 2 താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. 3 ഇന്ത്യൻ പീഠഭൂമി പ്രദേശത്ത് കൂടുതലായി കാണപ്പെടുന്നത് ചുവന്ന മണ്ണാണ്. 4 പശ്ചിമഘട്ട പർവ്വതനിരകൾ തമിഴ്നാട് മുതൽ ഒറീസ വരെ നീണ്ടുകിടക്കുന്നു. തെറ്റായവ കണ്ടെത്താനാണ്. ഓപ്ഷൻസ് എ ഇവയെല്ലാം, ബി 1, 3, 4 ശരി, സി 3, 4 ശരി, ഡി 1, 2 ശരി. ആൻസർ വരിക 1, 2 ശരി. തെറ്റായ കണ്ടെത്താനാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. പക്ഷേ ഓപ്ഷനിൽ ശരിയായ പ്രസ്താവനയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇന്ത്യയിൽ എക്കൽ മണ്ണ് ധാരാളമായി കാണപ്പെടുന്നത് ഉത്തര മഹാസമതല പ്രദേശത്താണ് എന്നുള്ളത് ശരിയാണ്. താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിൽ എന്നുള്ളതും ശരിയാണ്. 28 ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരകൾ ഏത്? എ പശ്ചിമഘട്ടം, ബി പൂർവ്വഘട്ടം, സി ആരവല്ലി, ഡി സത്പുര. ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരകൾ. ആൻസർ ഒരു ഓപ്ഷൻ സി ആരവല്ലി. 29 ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. 1 ഫലഭൂയിഷ്ഠമായ മണ്ണ്, 2 നദികളാൽ ജലസമൃദ്ധം, 3 നിരപ്പാർന്ന ഭൂപ്രദേശം, 4 ജനനിബിഡം.
ഓപ്ഷൻസ് എ 1ഉം 4ഉം, ബി ഇവയൊന്നുമല്ല, സി 3ഉം 4ഉം, ഡി ഇവയെല്ലാം. ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ സവിശേഷതകൾ ഉൾപ്പെടാത്തതാണ് ചോദിച്ചത്. ആൻസർ വരെ ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഉത്തര മഹാസമതലല്ല ചോദിച്ചത്, ഉത്തരേന്ത്യൻ സമതലങ്ങളാണ്. അപ്പോൾ ആൻസർ വരെ ഓപ്ഷൻ ഡി ഇവയെല്ലാം. 2025 ICC വനിതാ ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആര്? ഓപ്ഷൻ എ സ്മൃതി മന്ദാന, ബി ഹർമൻപ്രീത് കൗർ, സി ഷഫാലി വർമ്മ, ഡി പ്രതീക റവാൻ. ആൻസർ വരെ ഓപ്ഷൻ ബി ഹർമൻപ്രീത് കൗർ. 31 ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് 2023 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചതാർക്ക്? ഓപ്ഷൻസ് എ അമിതാഭ് ബച്ചൻ, ബി കമൽഹാസൻ, സി അടൂർ ഗോപാലകൃഷ്ണൻ, ഡി മോഹൻലാൽ. 2023 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആൻസർ വരെ ഓപ്ഷൻ ഡി ആണ്, മോഹൻലാൽ. 32 മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിനിന്റെ പേരെന്ത്? ഓപ്ഷൻസ് എ എൻ്റെ കേരളം എത്ര സുന്ദരം, ബി എൻ്റെ കേരളം എന്നും സുന്ദരം, സി ഹരിത കേരളം, ഡി ഇനി ഞാൻ ഒഴുകട്ടെ. വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ ആൻസർ വരെ ഓപ്ഷൻ ബി ആണ്, എൻ്റെ കേരളം എന്നും സുന്ദരം. 33 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യത്തെ ISRO ബഹിരാകാശ യാത്രികൻ ആര്? ഓപ്ഷൻ എ ശുഭാംശു ശുക്ല, ബി പ്രശാന്ത് ബി നായർ, സി അജിത് കൃഷ്ണൻ, ഡി അങ്കാത് പ്രതാപ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യത്തെ ISRO ബഹിരാകാശ യാത്രികൻ ആൻസർ വരെ ഓപ്ഷൻ എ ആണ്, ശുഭാംശു ശുക്ല. 34 പശ്ചിമഘട്ട പർവ്വതനിരകൾ കേരളത്തിന്റെ ഏത് ദിക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ് എ കിഴക്ക്, ബി പടിഞ്ഞാറ്, സി തെക്ക്, ഡി വടക്ക്. പശ്ചിമഘട്ട പർവ്വതനിരകൾ കേരളത്തിന്റെ ഏത് ദിക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ കിഴക്ക്. 35 നദികളും അവയുടെ ഉത്ഭവസ്ഥാനങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. ഇവയിൽ ശരിയല്ലാത്തത് എടുത്തെഴുതുക. 1 നെയ്യാർ അഗസ്ത്യമല, 2 പെരിയാർ ശിവഗിരി മല, 3 ഭാരതപ്പുഴ ആനമല, 4 പമ്പ നീലഗിരി. ഓപ്ഷൻസ് എ 1, 3 എന്നിവ, ബി 1, 2 എന്നിവ, സി 4 മാത്രം, ഡി 1 മാത്രം. ശരിയല്ലാത്തതാണ് ചോദിച്ചത്. ആൻസർ വരെ ഓപ്ഷൻ സി 4 മാത്രം, പമ്പ നീലഗിരി എന്നുള്ളത് ശരിയല്ല. 36 കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? 1 കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി ജലവൈദ്യുതിയാണ്. 2 തെന്മല ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. 3 കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി ഭാരതപ്പുഴയാണ്. 4 ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത് ഇടുക്കി ജില്ലയിലാണ്. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. ഓപ്ഷൻസ് എ പ്രസ്താവനകൾ 1, 2, 3 ശരിയാണ്, ബി പ്രസ്താവനകൾ 2, 3, 4 ശരിയാണ്, സി പ്രസ്താവനകൾ 2, 3 ശരിയാണ്, ഡി പ്രസ്താവനകൾ 1, 4 ശരിയാണ്. ആൻസർ വരെ ഓപ്ഷൻ ഡി പ്രസ്താവനകൾ 1, 4 ശരിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി ജലവൈദ്യുതിയാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത് ഇടുക്കി ജില്ലയിലാണ്. 37 കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല? ഓപ്ഷൻ എ പത്തനംതിട്ട, ബി ആലപ്പുഴ, സി തൃശൂർ, ഡി എറണാകുളം. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആൻസർ ഓപ്ഷൻ ബി ആലപ്പുഴ. 38 കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മേൽനോട്ടം വഹിക്കുന്ന സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും നൽകിയിരിക്കുന്നു. ഓരോ സംരംഭത്തിന്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്തുക. 1 സുഭോജനം, ശുചിത്വമുള്ളതും സുരക്ഷിതവുമായ ഭക്ഷണ വിതരണം ഉറപ്പാക്കുക. 2 ആശ്വാസ്, നീർച്ചാലുകളുടെ ജനകീയ വീണ്ടെടുപ്പ്. 3 ഇനി ഞാൻ ഒഴുകട്ടെ, തരിശു സ്ഥലങ്ങൾ കണ്ടെത്തി സ്വാഭാവിക ജൈവവൈവിധ്യ പ്രദേശങ്ങളാക്കി മാറ്റി സംരക്ഷിക്കുക. 4 പച്ചത്തുരുത്ത്, വൃക്കരോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ചികിത്സ. ഓപ്ഷൻസ് എ 1 ബി, 2 എ, 3 ഡി, 4 സി, ബി 1 എ, 2 ബി, 3 ഡി, 4 സി, സി 1 എ, 2 ഡി, 3 ബി, 4 സി, ഡി 1 ഡി, 2 സി, 3 ബി, 4 എ. ആൻസർ വരെ ഓപ്ഷൻ സി ആണ്, 1 എ, 2 ഡി, 3 ബി, 4 സി. അതായത് സുഭോജനം, ശുചിത്വമുള്ളതും സംരക്ഷിതമായ ഭക്ഷണ വിതരണം ഉറപ്പാക്കുക. 2 ഡി ആശ്വാസ്, വൃക്കരോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ചികിത്സ. 3 ബി ഇനി ഞാൻ ഒഴുകട്ടെ, നീർച്ചാലുകളുടെ ജനകീയ വീണ്ടെടുപ്പ്. 4 സി പച്ചത്തുരുത്ത്, തരിശു സ്ഥലങ്ങൾ കണ്ടെത്തി സ്വാഭാവിക ജൈവവൈവിധ്യ പ്രദേശങ്ങളായി മാറ്റി സംരക്ഷിക്കുക. 39 ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് വന്യജീവി സങ്കേതത്തെക്കുറിച്ചുള്ളതാണെന്ന് കണ്ടെത്തുക. 1 കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം. 2 പീരുമേട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു. 3 മംഗളാദേവി ക്ഷേത്രം ഈ വന്യജീവി സങ്കേതത്തിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. 4 കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം. ഓപ്ഷൻസ് എ ആറളം, ബി പെരിയാർ, സി പറമ്പിക്കുളം, ഡി ചെന്തുരുണി. ആൻസർ വരെ ഓപ്ഷൻ ബി ആണ്, പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം പീരുമേട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു. മംഗളാദേവി ക്ഷേത്രം ഈ വന്യജീവി സങ്കേതത്തിനകത്താണ്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം. 40 കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം. ഓപ്ഷൻ എ മത്തി, ബി അയല, സി ചൂര, ഡി ചെമ്മീൻ. ആൻസർ വരെ ഓപ്ഷൻ എ ആണ്, മത്തി. 41 കേരളത്തിൽ റെയിൽവേ ലൈൻ ഇല്ലാത്ത ജില്ലകൾ. ഓപ്ഷൻസ് എ 1 വയനാട്, 2 ഇടുക്കി, 3 പത്തനംതിട്ട, 4 ആലപ്പുഴ. ഓപ്ഷൻസ് എ 1, 4, 2 ബി 1, 2, സി 2, 3, ഡി 1, 3. റെയിൽവേ ലൈൻ ഇല്ലാത്ത ജില്ലകൾ. ആൻസർ വരെ ഓപ്ഷൻ ബി 1, 2 വയനാട്, ഇടുക്കി.
42 2025 അധ്യയന വർഷത്തെ കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ ബ്രാൻഡ് അംബാസിഡറായി തെരഞ്ഞെടുക്കപ്പെട്ട കായിക താരം. ഓപ്ഷൻ എ പി ടി ഉഷ, ബി ശ്രീശാന്ത്, സി സഞ്ജു സാംസൺ, ഡി സി കെ വിനീത്. 2025 കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ ബ്രാൻഡ് അംബാസിഡർ. ആൻസർ വരെ ഓപ്ഷൻ സി സഞ്ജു സാംസൺ. 43 വേമ്പനാട്ടുകായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ. 1 ആലപ്പുഴ, 2 എറണാകുളം, 3 കോട്ടയം, 4 കൊല്ലം. ഓപ്ഷൻസ് എ 1ഉം 4ഉം, ബി 1, 2ഉം 4ഉം, സി 1ഉം 2ഉം 3ഉം, ഡി 2ഉം 3ഉം 4ഉം. വേമ്പനാട്ടുകായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ. ആൻസർ വരെ ഓപ്ഷൻ സി 1ഉം 2ഉം 3ഉം, ആലപ്പുഴ, എറണാകുളം, കോട്ടയം. 44 താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? 1 തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. 2 കേരളത്തിൽ പ്രതിവർഷം ലഭിക്കുന്ന ശരാശരി മഴ 3000 സെന്റിമീറ്റർ ആണ്. 3 കേരളത്തിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ജലവൈദ്യുത നിലയത്തിലാണ്. 4 കൃത്രിമോപഗ്രഹങ്ങൾ പ്രവർത്തിക്കുന്നതിനുള്ള വൈദ്യുതി ലഭിക്കുന്നത് പെട്രോളിൽ നിന്നാണ്. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. ഓപ്ഷൻസ് എ എല്ലാം ശരിയാണ്. ബി 2ഉം 3ഉം 4ഉം, സി 1ഉം 3ഉം, ഡി 2ഉം 4ഉം. ആൻസർ വരിക ഓപ്ഷൻ സി ആണ്, 1ഉം 3ഉം. തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. കേരളത്തിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ജലവൈദ്യുത നിലയത്തിലാണ്. 45 താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാം? 1 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നഞ്ചിയമ്മയ്ക്ക് ലഭിച്ചത് 2021 2 സതി എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് അമൃത ഷെർഗിലാണ്. 3 കേരളത്തിലെ അമൃത ഷെർഗിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചിത്രകാരിയാണ് ടി കെ പത്മിനി. ശരിയല്ലാത്ത പ്രസ്താവനകളാണ് ചോദിച്ചത്. ഓപ്ഷൻസ് എ 1ഉം 2ഉം, ബി 2ഉം 3ഉം, സി 1ഉം 3ഉം, ഡി 1ഉം 2ഉം 3ഉം. ആൻസർ വരെ ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം. ശരിയല്ലാത്ത പ്രസ്താവന 1ഉം 2ഉം. രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നഞ്ചിയമ്മയ്ക്ക് ലഭിച്ചത് 2021 എന്നുള്ളത് ശരിയല്ല. സതി എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് അമൃത ഷെർഗിലാണ് എന്നുള്ളതും ശരിയല്ല. 46 ജ്ഞാനപീഠ പുരസ്കാരത്തെ സംബന്ധിച്ചുള്ള തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 1 ജി ശങ്കരക്കുറുപ്പിന് ശേഷം ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളിയാണ് തകഴി ശിവശങ്കരപ്പിള്ള. 2 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആശാപൂർണ ദേവിയാണ്. 3 ജ്ഞാനപീഠ പുരസ്കാരവും മൂർത്തിദേവി പുരസ്കാരവും നേടിയ മലയാളിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത്. ഓപ്ഷൻ എ 2ഉം 3ഉം, ബി 1 മാത്രം, സി 2 മാത്രം, ഡി 3 മാത്രം. ആൻസർ വരിക ഓപ്ഷൻ ബി ആണ്, 1 മാത്രം. ജി ശങ്കരക്കുറുപ്പിന് ശേഷം ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളിയാണ് തകഴി ശിവശങ്കരപ്പിള്ള എന്നുള്ളത് തെറ്റാണ്. ഇപ്പോൾ ജി ശങ്കരക്കുറുപ്പിന് ശേഷം ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളി തകഴി ശിവശങ്കരപ്പിള്ളയല്ല, എസ് കെ പൊറ്റക്കാടാണ്. 47 താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1 2008 നവംബറിൽ മുംബൈയിൽ പാകിസ്ഥാൻ തീവ്രവാദികളുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച് രാജ്യം അശോകചക്ര നൽകി ആദരിച്ച ധീര സൈനികനായിരുന്നു പാലക്കാട് സ്വദേശിയായ സന്ദീപ് ഉണ്ണികൃഷ്ണൻ. 2 1999 കാർഗിൽ യുദ്ധകാലത്ത് വീരമൃത്യു വരിച്ച് രാജ്യം വീർചക്ര നൽകി ആദരിച്ച ധീര സൈനികനായിരുന്നു തിരുവനന്തപുരം സ്വദേശിയായ ജെറി പ്രേംരാജ്. 3 1999 കാർഗിൽ യുദ്ധകാലത്തെ പ്രവർത്തനങ്ങൾക്ക് വീർചക്ര നൽകി രാജ്യം ആദരിച്ച ധീര സൈനികനായിരുന്നു എറണാകുളം സ്വദേശിയായ ആർ വിശ്വനാഥൻ. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. ഓപ്ഷൻസ് എ 1 മാത്രം, ബി 2ഉം 3ഉം, സി 2ഉം, ഡി എല്ലാം ശരിയാണ്. ആൻസർ വരെ ഓപ്ഷൻ ബി 2ഉം 3ഉം. 1999 കാർഗിൽ യുദ്ധകാലത്ത് വീരമൃത്യു വരിച്ച് രാജ്യം വീർചക്ര നൽകി ആദരിച്ച ധീര സൈനികനായിരുന്നു തിരുവനന്തപുരം സ്വദേശിയായ ജെറി പ്രേംരാജ്. 1999 കാർഗിൽ യുദ്ധകാലത്തെ പ്രവർത്തനങ്ങൾക്ക് വീർചക്ര നൽകി രാജ്യം ആദരിച്ച ധീര സൈനികനായിരുന്നു എറണാകുളം സ്വദേശിയായ ആർ വിശ്വനാഥൻ. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ പ്രസ്താവന പാലക്കാട് സ്വദേശിയല്ല സന്ദീപ് ഉണ്ണികൃഷ്ണൻ, കോഴിക്കോട് സ്വദേശിയാണ് സന്ദീപ് ഉണ്ണികൃഷ്ണൻ. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ 2ഉം 3ഉം ആണ്. 48 2024 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ യഥാക്രമം പ്ലെയർ ഓഫ് ദി സീരീസ്, പ്ലെയർ ഓഫ് ദി മാച്ച് ആയി തെരഞ്ഞെടുക്കപ്പെട്ട കായിക താരങ്ങൾ ആരെല്ലാം? പ്രീത് ബുംറ, വിരാട് കോഹ്ലി, ബി വിരാട് കോഹ്ലി, ജസ്പ്രീത് ബുംറ, സി വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, ഡി രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി. 2024 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദി സീരീസ്, പ്ലെയർ ഓഫ് ദി മാച്ച് ആയി തെരഞ്ഞെടുക്കപ്പെട്ടവർ. ആൻസർ വരിക ഓപ്ഷൻ എ ആണ്, ജസ്പ്രീത് ബുംറ, വിരാട് കോഹ്ലി. പ്ലെയർ ഓഫ് ദി സീരീസ് ജസ്പ്രീത് ബുംറ, പ്ലെയർ ഓഫ് ദി മാച്ച് വിരാട് കോഹ്ലി. 49 2023 നൊബേൽ സമ്മാനം നേടിയവരുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇവയിൽ ശരിയായവ കണ്ടെത്തുക. 1 യോൺ ഫോസ്റ്റെ, സാഹിത്യം, നോർവീജിയൻ നാടകകൃത്ത്. 2 നർഗീസ് മുഹമ്മദി, സമാധാനം, ബംഗ്ലാദേശ് മനുഷ്യാവകാശ പ്രവർത്തക. 3 ക്ലൗഡിയ ഗോൾഡിൻ, സാമ്പത്തിക ശാസ്ത്രം, US സാമ്പത്തിക ശാസ്ത്രജ്ഞ. ശരിയായതാണ് ചോദിച്ചത്. ഓപ്ഷൻസ് എ 1ഉം 2ഉം, ബി 2ഉം 3ഉം, സി 1ഉം 3ഉം, ഡി എല്ലാം ശരിയാണ്. ആൻസർ വരെ ഓപ്ഷൻ സി ആണ്, 1ഉം 3ഉം. യോൺ ഫോസ്റ്റെ സാഹിത്യം, നോർവീജിയൻ നാടകകൃത്ത്. ക്ലൗഡിയ ഗോൾഡിൻ സാമ്പത്തിക ശാസ്ത്രം, US സാമ്പത്തിക ശാസ്ത്രജ്ഞ. 1ഉം 3ഉം ആണ് ശരിയായത്. അപ്പോൾ ഇതിൽ നർഗീസ് മുഹമ്മദി സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ശരിയാണ്. പക്ഷേ ബംഗ്ലാദേശ് മനുഷ്യാവകാശ പ്രവർത്തകയല്ല, ഇറാനിയൻ മനുഷ്യാവകാശ പ്രവർത്തകയാണ് നർഗീസ് മുഹമ്മദി. അതുകൊണ്ട് ശരിയായ പ്രസ്താവന 1ഉം 3ഉം ആണ്.
50 ലോകത്തെ വലിയ സാമ്പത്തിക ശക്തികളുടെ കൂട്ടായ്മയായ G20യുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. 1. ആസ്ഥാനമില്ല. 2. അധ്യക്ഷസ്ഥാനം ഓരോ 5 വർഷം ഓരോ അംഗരാജ്യത്തിനും മാറി മാറി എത്തും. 3. G20 സംഘാടകരെ ഷെർഷ എന്നാണ് വിളിക്കുക. ഓപ്ഷൻസ് എ 2ഉം 3ഉം, ബി 1ഉം 2ഉം, സി 1ഉം 3ഉം, ഡി 1, 2, 3ഉം. ശരിയല്ലാത്തവയാണ് ചോദിച്ചത്. ആൻസർ വരെ ഓപ്ഷൻ എ ആണ് 2ഉം 3ഉം. അധ്യക്ഷസ്ഥാനം ഓരോ 5 വർഷവും ഓരോ അംഗരാജ്യത്തിനും മാറി മാറി എത്തും എന്നുള്ളത് ശരിയല്ല. G20 സംഘാടകരെ ഷെർഷ എന്നാണ് വിളിക്കുക എന്നുള്ളതും ശരിയല്ല. SCERT സീരീസിൽ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 7ാമത്തെ പാഠം ഭൂഖണ്ഡങ്ങളിലൂടെ. അതിൽ ആദ്യം കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ എന്ന യാത്രാ വിവരണത്തിൽ അഭിലാഷ് ടോമി പറഞ്ഞ ചില കാര്യങ്ങളാണ്. ചരിത്രത്തിലേക്ക് പായ്ക്കപ്പൽ ഓടിച്ച പോർച്ചുഗീസുകാർ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നങ്കൂരമിട്ട ഗോവൻ തീരങ്ങളിലെ മീൻപിടുത്തക്കാരുടെ ഇഷ്ടദേവതയുടെ പേരാണ് മാതേയ്. ഞങ്ങൾ ഒന്നിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് പസഫിക്കും അറ്റ്ലാന്റിക്കും കടന്ന് ചരിത്രം തിരയടിക്കുന്ന മുനമ്പുകൾ പിന്നിട്ട് കാറ്റിനും തിരമാലകൾക്കുമിടയിലൂടെ ഒരിക്കലും പരസ്പരം ഒറ്റയ്ക്കാണെന്ന് തോന്നിപ്പിക്കാതെ കടലും കാലവും ലോകവും ചുറ്റി വന്നു. അപ്പം കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ എന്ന യാത്രാ വിവരണം അഭിലാഷ് ടോമിയുടേതാണ്. അദ്ദേഹം സമുദ്രങ്ങളെയും വൻകരകളെയും പിന്നിട്ട യാത്രാനുഭവങ്ങളാണ് അതിലൂടെ പങ്കുവയ്ക്കുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ മാതേയി എന്ന പായ്ക്കപ്പലിൽ ഒറ്റയ്ക്ക് ഒരിടത്തും നിർത്താതെ ലോകം ചുറ്റി വന്ന ആദ്യ ഇന്ത്യക്കാരനും മലയാളിയുമാണ് അദ്ദേഹം. അപ്പം അഭിലാഷ് ടോമി ലോകം ചുറ്റി വന്ന ഇന്ത്യൻ നാവികസേനയുടെ പായ്ക്കപ്പലാണ് മാതേയി. പായ്ക്കപ്പലിൽ ലോകം ചുറ്റി വന്ന ആദ്യ ഇന്ത്യക്കാരനും മലയാളിയുമാണ് അഭിലാഷ് ടോമി. ഇനി സമുദ്രങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളാണ് ഭൂഖണ്ഡങ്ങൾ. മിക്ക ഭൂഖണ്ഡങ്ങളും നിരവധി രാജ്യങ്ങളെ ഉൾക്കൊള്ളുന്നവയാണ്. അതിൽ ആദ്യത്തെ ഭൂഖണ്ഡം അല്ലെങ്കിൽ വലുപ്പത്തിൽ ഒന്നാമനാണ് ഏഷ്യ. ഏഷ്യയാണ് ഏറ്റവും വലിയ ഭൂഖണ്ഡം. ഇന്ത്യ ഏഷ്യയുടെ ഭാഗമാണ്. ഭൂമിയുടെ കരഭാഗത്തിൻ്റെ ഏതാണ്ട് 1/3 ഉൾക്കൊള്ളുന്ന ഭൂഖണ്ഡമാണ് ഏഷ്യ. അപ്പോൾ ഏഷ്യയുടെ അതിർത്തികൾ നോക്കുകയാണെങ്കിൽ കിഴക്ക് പസഫിക് സമുദ്രമാണ്, പടിഞ്ഞാറ് യൂറോപ്പാണ്, വടക്ക് ആർട്ടിക് സമുദ്രമാണ്, തെക്ക് ഇന്ത്യൻ സമുദ്രമാണ്. ഏഷ്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന യുറാൽ പർവ്വതനിരയാണ് യൂറോപ്പിനെയും ഏഷ്യയെയും തമ്മിൽ വേർതിരിക്കുന്നത്. ഇനി ഏഷ്യയിലെ ചില ഭൂപ്രകൃതി സവിശേഷതകളാണ് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഹിമാലയ പർവ്വതത്തിലാണ്. അത് ഏഷ്യയിലാണ്. പിന്നെ പർവ്വതങ്ങൾ കൂടാതെ മരുഭൂമികൾ, സമതലങ്ങൾ, പീഠഭൂമികൾ ഇതും ഏഷ്യയുടെ ഭൂപ്രകൃതി സവിശേഷതകളാണ്. ധാരാളം നദികളും ഏഷ്യയിലൂടെ ഒഴുകുന്നുണ്ട്. ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ നദിയാണ് യാങ്സി. ചൈനയിലാണ് യാങ്സി നദി. ഇനി മരുഭൂമികൾ. വളരെ കുറച്ച് മാത്രം മഴ ലഭിക്കുന്ന വരണ്ട വിശാലമായ ഭൂപ്രദേശങ്ങളാണ് മരുഭൂമികൾ. ഇവയിൽ അത്യുഷ്ണം അനുഭവപ്പെടുന്ന ഉഷ്ണമരുഭൂമികളെന്നും അതിശൈത്യം അനുഭവപ്പെടുന്ന ശീതമരുഭൂമികളെന്നും അറിയപ്പെടുന്നുണ്ട്. ശീതമരുഭൂമിക്ക് ഉദാഹരണമാണ് ലഡാക്ക്. ഉഷ്ണമരുഭൂമിക്ക് ഉദാഹരണമാണ് രാജസ്ഥാനിലെ താർ മരുഭൂമി. സമതലങ്ങൾ. ഏറെക്കുറെ നിരപ്പായ വിശാല ഭൂപ്രദേശങ്ങളാണ് സമതലങ്ങൾ. നദികൾ വഹിച്ചുകൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെടുന്നവയാണ് എക്കൽ സമതലങ്ങൾ. ഇവ പൊതുവെ ഫലഭൂയിഷ്ഠങ്ങളാണ്. പീഠഭൂമികൾ. ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഉയർന്നതും താരതമ്യേന നിരപ്പായ ഉപരിതലത്തോടു കൂടിയതുമായ വിസ്തൃത ഭൂപ്രദേശങ്ങളാണ് പീഠഭൂമികൾ. അപ്പോൾ ഏഷ്യയിലെ ചില ഭൂപ്രകൃതി സവിശേഷതകളാണ് ഹിമാലയം. ഹിമാലയം ഒരു മടക്ക് പർവ്വതമാണ്. മഞ്ചൂരിയൻ എന്ന് പറയുന്ന സമതല പ്രദേശമാണ്. താർ ഉഷ്ണമരുഭൂമിയാണ്. ലഡാക്ക് ശീതമരുഭൂമി. യാങ്സി ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ നദി. പിന്നെ ഡക്കാൻ പീഠഭൂമിയാണ്. ഇനി ഏഷ്യയിലെ കാലാവസ്ഥ. ഭൂപ്രകൃതി പോലെ തന്നെ വൈവിധ്യമാർന്നതാണ് ഏഷ്യയിലെ കാലാവസ്ഥയും. ഏഷ്യയുടെ വടക്ക് ഭാഗം ധ്രുവപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്നതിനാൽ അവിടെ തണുപ്പ് കൂടുതൽ അനുഭവപ്പെടുന്നു. സമുദ്ര സാമീപ്യമുള്ളതിനാൽ കിഴക്കുഭാഗത്ത് മിതമായ ചൂടും തണുപ്പുമാണുള്ളത്. ഭൂമധ്യരേഖാ പ്രദേശമായതിനാൽ തെക്കുഭാഗത്ത് ചൂടും ഈർപ്പവും കനത്ത മഴയുമുള്ള കാലാവസ്ഥയാണ്. മരുപ്രദേശമായ പടിഞ്ഞാറ് ഭാഗത്ത് പൊതുവെ ചൂട് കൂടുതലാണ്. അപ്പോൾ ഏഷ്യയുടെ വടക്കാണ് ഏഷ്യയിൽ അതിശൈത്യം അനുഭവപ്പെടുന്ന സൈബീരിയ ഉള്ളത്. അതുപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്താണ് അത്യുഷ്ണം അനുഭവപ്പെടുന്ന അറേബ്യൻ മരുഭൂമി ഉള്ളത്. പിന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡ്രാം കിഴക്ക് ഭാഗത്തായിട്ടാണ് ഉള്ളത്. ഇനി ഏഷ്യയിലെ ചില സസ്യജന്തുജാലങ്ങൾക്ക് എക്സാമ്പിൾസ് ആണ് റഫ്ലേഷ്യ, നീലക്കുറിഞ്ഞി, ഹിമപ്പുലി, ചുവന്ന പാണ്ട തുടങ്ങിയവ.
ഇനി ഏഷ്യയാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഭൂഖണ്ഡം. ലോക ജനസംഖ്യയുടെ 60%-ത്തിലധികവും ഏഷ്യയിലാണുള്ളത്. ഏഷ്യയിലെ ഭൂരിഭാഗം ജനങ്ങളും കാർഷിക മേഖലയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ലോകത്തെ ഏറ്റവും അധികം നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏഷ്യയിലാണ്, ചൈനയിലാണ്. വിവിധ സംസ്കാരങ്ങളുടെയും ഭാഷകളുടെയും മതങ്ങളുടെയും സംഗമഭൂമി കൂടിയാണ് ഇവിടം. ടോക്കിയോ, മുംബൈ തുടങ്ങിയ തിരക്കേറിയ നഗരങ്ങൾ മുതൽ ജനവാസം തീരെ കുറഞ്ഞ ഗ്രാമങ്ങൾ വരെ ഏഷ്യയിലുണ്ട്. അപ്പോൾ ഏഷ്യയാണ് ഏറ്റവും വലിയ ഭൂഖണ്ഡം. ഏറ്റവും ജനസംഖ്യ കൂടിയ ഭൂഖണ്ഡവും ഏഷ്യയാണ്. ഏഷ്യയിൽ വിവിധങ്ങളായ ഭൂപ്രകൃതിയുണ്ട്. അതായത് പർവ്വതങ്ങൾ, സമതലങ്ങൾ, മരുഭൂമികൾ, പീഠഭൂമികൾ തുടങ്ങിയ വിവിധങ്ങളായ ഭൂപ്രകൃതിയുണ്ട്. അതുപോലെ ഏഷ്യയുടെ കാലാവസ്ഥയും വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്.